നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കിട്ടക് സാബുവിനെ അറിയാത്ത മലയാളികൾ ചുരുക്കമാണ്. കിഴക്കമ്പലം എന്ന ഒരു സ്ഥലത്ത് വളരെ ചെറിയ രീതിയിൽ സാബു ജേക്കബിൻ്റെ അപ്പൻ തുടങ്ങി വെച്ച ബിസിനസ് അത് വലിയൊരു സാമ്രാജ്യമായി മാറ്റാൻ, അത് വളർത്തിയെടുക്കാൻ സാബുവിന് കഴിഞ്ഞു. സാബു അമേരിക്കയിലുള്ള വാൾമാർട്ട് എന്ന ആഗോള ഭീകരനായിട്ടുള്ള വിതരണ ശൃംഖല ബിസിനസ്സുകാർക്ക് പോലും പ്രിയങ്കരനായി തീർന്നത് യാദൃച്ഛികമല്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആരംഭിച്ച് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് വളരെ ഭംഗിയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം, അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ളതിന് പകരം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാരുകൾ ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് സമൂഹം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു വ്യവസായിയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ ആ രീതിയിലെല്ലാം ബ്രാഞ്ച് മുതൽ അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറി മുതൽ സ്റ്റേറ്റ് സെക്രട്ടറി വരെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയാൽ എങ്ങനെയിരിക്കും? കാരണം വലിയ വലിയ വ്യവസായങ്ങളൊക്കെ ആവുമ്പോൾ പിരിവ് ഒരുപാട് കൊടുക്കണമല്ലോ. ആ പിരിവ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും. ലോക്കലും ബ്രാഞ്ചും ജില്ലയും ഒക്കെ ഇടഞ്ഞാലത് വലിയ പ്രശ്നമാവും. പിന്നെ മന്ത്രിയുടെയും. അങ്ങനെ ഇവിടുന്ന് തെലങ്കാനയിലേക്ക് പോയ സാബു വർഗീസ് ഒന്ന് രണ്ടുമല്ല, ഏതാണ്ട് 13,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ നടത്തിയത്. ആ സർക്കാർ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഏതാണ്ട് 8,000-ഓളം തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭമായി തെലങ്കാനയിൽ വലിയൊരു പ്രസ്ഥാനമായി അത് വളർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോ ആന്ധ്രാപ്രദേശിൽ നിന്നും സാബുവിനെ ക്ഷണിക്കാനായി അവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യലും മന്ത്രിയും എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു. അവർ പറയുന്നു, ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് സ്ഥലം തരാം, നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട്. സാബുദ അവിടെയും 3,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നു. അപ്പോഴാണ് വീണ്ടും നമ്മുടെ നാട്ടിലെ സഖാക്കന്മാരുടെയൊക്കെ തനിനിറം വീണ്ടും പുറത്തു വരുന്നത്. മന്ത്രി പി രാജീവ് പറഞ്ഞത് ആന്ധ്രയെ പോലെ ബിസിനസ് ചെയ്യാൻ കൊള്ളാത്ത ഒരു സ്ഥലമില്ല. രാജീവ് ആന്ധ്രയുടെ ഏത് സ്ഥലമായി പോയി കണ്ടത് എന്നറിയാൻ പാടില്ല. അതുപോലെ പറഞ്ഞു, മനസമാധാനമായി ജീവിക്കണമെങ്കിൽ ആലോചിക്കൂ എന്നാണ് പറഞ്ഞത്. അതിന്റെ വ്യംഗ്യാർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി കാണില്ലെങ്കിൽ അത് CPM-ഉം വ്യാവസായിക ആചാര്യന്മാരെല്ലാവരും കൂടി അത് മനസ്സിലാക്കി കൊടുക്കും എന്നാണ് രാജീവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ കരുതുന്നത്. കിട്ടക്സിന് കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും സാബു ജേക്കബ് തുറന്നടിച്ചു. കിട്ടക്സ് ആന്ധ്രയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് വ്യവസായ മന്ത്രി പി രാജീവ് നടത്തിയ പ്രതികരണത്തിന്റെ മറുപടിയാണ് കിട്ടക്സ് MD സാബു ജേക്കബ് പറഞ്ഞത്. കേരളം ആരുടെയും പിതൃസ്വത്തല്ലെന്നും കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം വേണ്ടെന്നുമാണ് സാബു ജേക്കബ് പറഞ്ഞത്. സ്വന്തം കഴിവില്ലായ്മയും പോരായ്മയും മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്നും സാബു ജേക്കബ് പറയുന്നു. ആന്ധ്ര വെറും മോശമാണെന്നൊക്കെയുള്ള വ്യവസായ മന്ത്രിയുടെ പ്രതികരണം സ്ഥിരമുള്ളതാണെന്നും സാബു ജേക്കബ് ആരോപിച്ചു. കിട്ടക്സ് കേരളം വിട്ടു പോകാനുള്ള കാരണം എല്ലാവർക്കും അറിയാം. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റ അന്നു മുതൽ ഉദ്യോഗസ്ഥരും സർക്കാരും ചേർന്ന് ഒരുമിച്ച് ആക്രമിച്ചു. 10,000-ലേറെ പേർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു മാസം തുടർച്ചയായ റെയ്ഡുകൾ നടത്തി. ഒരു നിയമലംഘനം പോലും കണ്ടെത്താനായില്ല. അന്ന് സഹികെട്ടാണ് 3,500 കോടി രൂപയുടെ നിക്ഷേപം മറ്റു സംസ്ഥാനത്തേക്ക് മാറ്റിയത്. കിട്ടക്സ് കേരളം വിടുന്നുവെന്ന് പ്രഖ്യാപിച്ച അന്ന് കിട്ടക്സിന്റെ ഓഹരി മൂല്യം വർദ്ധിക്കുകയും ചെയ്തു. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് പിടിച്ചു നിന്ന പിതാവ് MC ജേക്കബിന്റെ ചില ലക്ഷ്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അത്. ആന്ധ്ര വളരെ മോശമാണെന്നാണ് വ്യവസായ മന്ത്രി പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയാണ്.
സ്വന്തം പോരായ്മയും കഴിവില്ലായ്മയും മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണ്. കിറ്റക്സ് വളർന്നത് കേരളത്തിന്റെ മണ്ണിലാണെന്നും അത് മറക്കരുതെന്നുമാണ് മന്ത്രി പറയുന്നത്. ഇത് കേട്ടാൽ തോന്നും കേരളം ചില ആളുകളുടെ സ്വത്താണെന്നുള്ളത്. കേരളം ആരുടെയും പിതൃസ്വത്തല്ല. കഴിഞ്ഞ 60 വർഷം മുൻപ് ചെറു വ്യവസായം തുടങ്ങി അധ്വാനിച്ചവരാണ് തങ്ങളെന്നും സാബു ജേക്കബ് പറയുന്നു. ഇവർക്കും 10 പേർക്ക് തൊഴിൽ കൊടുക്കാമായിരുന്നല്ലോ, ഇവർ ആളെ പറ്റിച്ച് ജീവിക്കുകയാണെന്നും സാബു വിമർശിക്കുന്നു. സർക്കാരോ പി രാജീവോ ഇടതുപക്ഷമോ ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് നൽകിയിരുന്നില്ല. കേരളത്തിൽ വരുന്ന വ്യവസായങ്ങളിൽ 50 ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്നവരെയാണ് ഞങ്ങൾ നോക്കുന്നതെന്നാണ് മന്ത്രി പറഞ്ഞത്. കിറ്റക്സിനെ പോലെ 10,000 രൂപയല്ലെന്ന് പറഞ്ഞു. കിറ്റക്സ് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെയാണ് ജോലിക്ക് വിളിക്കുന്നത്. അവർക്ക് വർഷം 5 ലക്ഷത്തിന് മുകളിൽ ശമ്പളവും സൗജന്യ ഭക്ഷണവും താമസവും കൊടുക്കുന്നുണ്ട്. മറ്റാനുകൂല്യങ്ങളും കൃത്യമായി കൊടുക്കുന്നു. മനസമാധാനം വേണമെങ്കിൽ സ്വയം തീരുമാനിക്കണമെന്നും പറയുന്നു. രാഷ്ട്രീയക്കാരെ സേവിച്ചാൽ മനസമാധാനം ഉണ്ടാകുമെന്നാണ് മന്ത്രി ഉദ്ദേശിച്ചത്. കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ കണ്ടുകൊണ്ടേയിരിക്കണമെന്നാണ് പി രാജീവ് പറയുന്നതെന്നും സാബു ജേക്കബ് പറയുന്നു. കേരളത്തിൽ നിന്നും എത്രയോ വ്യവസായികൾ കോയമ്പത്തൂരിലേക്കും ബാംഗ്ലൂരുവിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെ ഇവിടുന്ന് കളം മാറ്റി ചവിട്ടുന്നു.